കെനിയയിലെ അതിപ്രശസ്തമായ മസായി മാരയിലെ എൻ്റെ മൂന്നാമത്തെ ദിവസം തുടങ്ങുകയാണ്. കഴിഞ്ഞ 2 ദിവസം ലോകപ്രസിദ്ധമായ മസായി മാരയിലെ സഫാരിയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്. മസായി എന്നത് ഒരു ഗോത്രവും മാര എന്നത് ഒരു നദിയുടെ പേരുമാണ്. സഫാരിക്കിടെ മാര നദിയിൽ നമ്മൾ പോയിരുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് മസായി ഗോത്രത്തിൻ്റെ ഒരു ഗ്രാമത്തിലേക്കാണ്. ഗ്രൂപ്പിലുള്ള എല്ലാവരും പോകാൻ റെഡിയായിട്ട് വണ്ടിയിലിരിക്കുകയാണ്. ഞാനും കയറി. We are entering to China. From China to Armenia, right? From Armenia to UK. And UK to China again. അങ്ങനെ ഞങ്ങളെല്ലാവരും മസായി വില്ലേജിലേക്കുള്ള യാത്ര ആരംഭിച്ചു. കൂടുതലൊന്നും യാത്ര ചെയ്യാനില്ല, അടുത്ത് തന്നെയാണ് പ്രദേശം എന്നാണ് ഡ്രൈവർ ജെയിംസ് ഞങ്ങളോട് പറഞ്ഞത്. യാത്രാമധ്യ റോഡരികിൽ കണ്ടതായിരുന്നു ഇത്. ഞാൻ കുരങ്ങളാണെന്നാണ് കരുതിയത്, പക്ഷേ ബബൂൺസ് ആണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ. This is monkey or baboon? Baboon. അധികം വൈകാതെ തന്നെ ഞങ്ങൾ മസായി വില്ലേജിലെത്തി. മസായി ഗോത്രക്കാർ ഞങ്ങളെ ഹൃദ്യമായി തന്നെ സ്വീകരിച്ചു. അവരുടെ ഗ്രാമത്തെയും ഗ്രാമവാസികളെയും കുറിച്ച് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. Welcome to our village. My name is Augustus. Big village of almost 200 people, and all of us we are related. We are cousins, we are brothers, we are uncles, we are one blood. ആ ഗ്രാമത്തിൽ അവർ 200 പേരാണത്രേ താമസിക്കുന്നത്. എല്ലാവരും രക്തബന്ധത്തിലുള്ളവരുമാണ്. ഗ്രാമത്തിന് ഒരു തലവൻ, അതായത് മൂപ്പനുണ്ടെന്നും മൂപ്പൻ്റെ പേര് ജൂനിയർ എന്നാണെന്നും പറഞ്ഞ് ഞങ്ങളെ പരിചയപ്പെടുത്തി. ഞങ്ങളെപ്പോലെ തന്നെ മസായി ജനതയുടെ ജീവിതം കാണാനും അനുഭവിക്കാനും മറ്റു പല ടൂറിസ്റ്റുകളും അവിടെ വേറെയും വന്നിട്ടുണ്ടായിരുന്നു. Feel welcome. Okay? I'm sure you're going to enjoy. We want to tell you more about Maasai, nothing else. Anything outside Maasai, we don't know. But Maasai, we know Maasai. How we can identify the Maasai people? From the teeth? From the teeth, from the dressing, and also inside the house if you know how it's different. Okay? വന്യജീവികളോടൊപ്പം സമാധാനപരമായും സഹവർത്തിത്വത്തോടെയും ജീവിക്കുന്ന ഈ ഗോത്രം അവരുടെ സാംസ്കാരിക വിശേഷതകളും ജീവിതശൈലിയും വസ്ത്രധാരണവും നൃത്തശൈലിയും എല്ലാം അവകാശബോധത്തോടെ ഇന്നും തുടരുകയാണ്. ഈ മസായി ഗ്രാമത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ വെറുമൊരു സ്ഥലം സന്ദർശിക്കുകയല്ല, മറിച്ച് ജീവനുള്ള ഒരു സംസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മസായി ഗോത്രത്തെയും സംസ്കാരത്തെയും കുറിച്ച് ഒരു ചെറു വിവരണം നൽകിയ ശേഷം മസായി നൃത്തം ആസ്വദിക്കാൻ അവർ ഞങ്ങളെ ക്ഷണിച്ചു. മസായി നൃത്തത്തിൻ്റെ പ്രത്യേകത അതിലവർ സംഗീത ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ആഴത്തിലുള്ള ജപവും താളാത്മകമായ ആലാപനവും മാത്രം. മസായി ഗാനങ്ങളിൽ പലപ്പോഴും കോൾ ആൻഡ് റെസ്പോൺസ് ശൈലിയിലുള്ള സ്വരങ്ങളുണ്ടാവും. മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ ശബ്ദങ്ങൾ അനുകരിക്കുന്ന പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഊർജ്ജസ്വലമായ നൃത്തത്തിന് ശേഷം മസായികൾ പരസ്പരം കൈകുലുക്കുന്നു. പരസ്പര ബഹുമാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സാംസ്കാരിക അഭിമാനത്തിൻ്റെയും മനോഹരമായ ആംഗ്യമാണിത്. നമ്മളൊന്നാണ്, നമ്മൾ ഒന്നിച്ചാണ് ഇത് ചെയ്തത് എന്ന് അവരുദ്ദേശിക്കുന്നു, പരസ്പരം അഭിനന്ദിക്കുന്നു. നർത്തകർ മടങ്ങാൻ തിരിഞ്ഞപ്പോൾ ഒരാൾ ഞങ്ങളെ അഭിമുഖീകരിച്ചു.
ഒരു പക്ഷേ ചടങ്ങിൻ്റെ രക്ഷാധികാരി അല്ലെങ്കിൽ ബന്ധത്തിൻ്റെ അവസാന ആംഗ്യമായിരിക്കാം. ഈ നൃത്തം വെറുമൊരു പ്രകടനമല്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതൊരു ജീവിക്കുന്ന പാരമ്പര്യമാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരോടൊപ്പം ഞങ്ങളെയും നൃത്തം ചെയ്യാൻ ക്ഷണിച്ചു. അവരോടൊപ്പം അവരിലൊരാളായി ഞങ്ങളും. അവിടുത്തെ ആ ആംബിയൻസിൽ അതൊരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു. അവരുടെ പാട്ടിൻ്റെ താളത്തിൽ ഞങ്ങളും ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. ഞങ്ങളും നൃത്തം ചെയ്തു. അവർ ചാടുന്നത് പോലെ ഞങ്ങളും ചാടാൻ ശ്രമിച്ചു. മസായി ഗോത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ നൃത്തരൂപമായ അഡുമു, അതായത് ജമ്പിംഗ് ഡാൻസാണിത്. ഈ നൃത്തരൂപം മസായി ഗോത്രത്തിലെ യുവ യോദ്ധാക്കളാണ് അവതരിപ്പിക്കുന്നത്. നിന്ന നിൽപ്പിൽ അവർ മുകളിലേക്ക് ചാടുന്നു. കൂടുതൽ ഉയരത്തിൽ ചാടുന്നവർക്ക് കൂടുതൽ ബഹുമാനം ലഭിക്കുന്നു. ഇവരുടെ ഇടയിൽ ഇതൊരു മത്സര ഇനം കൂടിയാണ്. കൂടുതൽ ഉയരത്തിൽ ചാടുന്ന യുവാവിന് കുറഞ്ഞ സ്ത്രീധനം കൊടുത്തുകൊണ്ട് ഇവർക്കിടയിൽ നിന്ന് കല്യാണം കഴിക്കാൻ കഴിയുമത്രേ. അങ്ങനെ മസായ് നൃത്തമെല്ലാം ആസ്വദിച്ച ശേഷം ഞങ്ങളിനി മസായ് ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. അവിടുത്തെ മൂപ്പനായ ജൂനിയർ ഞങ്ങൾക്ക് ഗ്രാമത്തെക്കുറിച്ചും അതുപോലെ നേരത്തെ ആസ്വദിച്ച നൃത്തത്തെക്കുറിച്ചെല്ലാമുള്ള വിവരങ്ങൾ പറഞ്ഞു തന്നു. So the dance we go round. That's the celebration of the killing of a lion. And the jumping is a competition that we compete among ourselves with the boys from different villages. That now when you jump high, you pay less dowry. Because in our culture we pay dowry in form of cows and blankets. നേരത്തെ നമ്മൾ കണ്ട ജമ്പിംഗ് ഡാൻസിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഇവർക്കിടയിലൊരു മത്സരമാണ്. പല ഗ്രാമത്തിലുള്ള യുവാക്കൾ തമ്മിലാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ഏറ്റവും ഉയരത്തിൽ ചാടുന്ന യുവാവിന് കുറഞ്ഞ സ്ത്രീധനം കൊടുത്തുകൊണ്ട് കല്യാണം കഴിക്കാം എന്നാണ് പറയുന്നത്. സ്ത്രീധനം എന്നത് സ്വർണവും കാറൊന്നുമല്ല കേട്ടോ. മസായികളുടെ ഏറ്റവും വലിയ സമ്പത്ത് അവരുടെ കന്നുകാലികളാണ്. കന്നുകാലികൾ അവർക്ക് ജീവനാണ്.
സ്ത്രീധനമായിട്ട് കൊടുക്കുന്നത് കന്നുകാലികളും അതുപോലെ ബ്ലാങ്കറ്റൊക്കെയാണ്. മന്യാട്ട എന്നാണ് മസായി ഗ്രാമത്തെ അറിയപ്പെടുന്ന പേര്. സാധാരണയായി കാട്ടുമൃഗങ്ങളെ അകറ്റി നിർത്താൻ മുള്ളുള്ള കുറ്റിക്കാടുകളോ അല്ലെങ്കിൽ മരവേലികളോ കൊണ്ട് ചുറ്റപ്പെട്ട വൃത്താകൃതിയിലുള്ള ഒരു സമുച്ചയമാണത്. ഈ മസായി ഗ്രാമത്തിനുള്ളിൽ ഒരുപാട് കുടിലുകൾ ഉണ്ടാവും. ഈ കുടിലുകൾക്ക് പറയുന്ന പേര് എൻകാജി എന്നാണ്. ഇങ്ങനെയുള്ള കുടിലുകൾ അവർ നിർമ്മിക്കുന്നത് ചെളി, വടി, ചാണകം, ചാരം എന്നിവയുടെയൊക്കെ മിശ്രിതം കൊണ്ടാണ്. സ്ത്രീകളാണ് ഇങ്ങനെയുള്ള കുടിലുകൾ അവിടെ നിർമ്മിക്കുന്നത്. മൂപ്പൻ്റെ കയ്യിൽ ഒരു പ്രത്യേക ആകൃതിയുള്ള വടി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് കൈ ചൂണ്ടി സംസാരിക്കുന്നത് ബഹുമാനക്കുറവായതുകൊണ്ട് അവർക്കിടയിൽ ഈ വടി ഉപയോഗിച്ചുകൊണ്ടാണ് ഒരാൾക്ക് നേരെ ഇങ്ങനെ ചൂണ്ടേണ്ട ആവശ്യം വരികയാണെങ്കിൽ ചൂണ്ടി സംസാരിക്കുന്നത്. കന്നുകാലികളാണ് മസായികളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞല്ലോ. ഈ കന്നുകാലികളെ ഇവർ സൂക്ഷിക്കുന്നത് ഈ വൃത്താകൃതികളുള്ള ഗ്രാമത്തിൻ്റെ മധ്യത്തിലായിട്ടാണ്. അതുപോലെ ഇവരുടെ കുടിലുകൾക്കുള്ളിലും കന്നുകാലികളെ സൂക്ഷിക്കാനുള്ള ചെറിയ ഇടങ്ങളുണ്ട്. മസായികൾ അറിയപ്പെടുന്നത് ഇടയന്മാരും അതുപോലെ യോദ്ധാക്കളുമായിട്ടാണ്. അവരുടെ സമ്പത്തായ കന്നുകാലികളെ സംരക്ഷിക്കുന്നതിന് മറ്റു ഗോത്രങ്ങളുമായി പലപ്പോഴും സിംഹങ്ങളോട് വരെയും അവർ പോരാടിയിരുന്നു. അതുപോലെ കൊളോണിയൽ കാലത്ത് അവരുടെ ഭൂമി പിടിച്ചെടുക്കാനും ജീവിത രീതി നിയന്ത്രിക്കാനും ശ്രമിച്ച ബ്രിട്ടീഷ്, ജർമ്മൻ കോളനിക്കാർക്കെതിരെയും അവർ ചെറുത്തുനിന്നു. അവരുടെ ഷീൽഡും ആയുധവും സിംഹത്തിൻ്റെ രോമം കൊണ്ട് നിർമ്മിച്ച തലപ്പാവും ധരിച്ചാണ് മൂപ്പൻ നിൽക്കുന്നത്. മസായി ഗ്രാമത്തിൽ ഞങ്ങൾ കണ്ട ആകർഷകമായ കാഴ്ചകളിലൊന്ന് അവർ തീയുണ്ടാക്കുന്ന രീതിയാണ്. തീപ്പെട്ടിയോ ലൈറ്ററോ ഒന്നുമില്ല. മരം, കൈകൾ, വൈദഗ്ധ്യം എന്നിവ മാത്രം. 2 മരക്കഷ്ണങ്ങളെടുത്ത് വളരെ വേഗതയിലും താളത്തിനും ഉരസി നിമിഷങ്ങൾക്കുള്ളിൽ പുക ഉയരുന്നു. കുറച്ച് ഉണങ്ങിയ പുല്ലിലേക്ക് അതിലെ കനൽ വെച്ചുകൊണ്ട് അവർ തീയുണ്ടാക്കുന്നു. അതിപുരാതനമായ രീതി. ഇങ്ങനെയാണ് മസായികൾ നൂറ്റാണ്ടുകളായി കാട്ടിൽ അതിജീവിച്ചത്. അവിശ്വസനീയമായ അറിവും ബഹുമാനവും ഉപയോഗിച്ച്, പ്രകൃതിയുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവർ തീയുണ്ടാക്കുന്നു. മസായികളുടെ വസ്ത്രധാരണം കൗതുകകരമാണ്. ഷുക്ക എന്നാണ് അവരുടെ വസ്ത്രത്തിന് പറയുന്നത്. ശരീരത്തിൽ ചുറ്റിയ ചുവപ്പ് അല്ലെങ്കിൽ നീലക്കള്ളികൾ ഉള്ള തുണി. ചുവപ്പ് ഇവരുടെ ധൈര്യത്തെ പ്രതിനിധീകരിക്കുന്നു. അതുപോലെ ഈ ചുവപ്പ് നിറം സിംഹങ്ങളെ ഭയപ്പെടുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. തീയുണ്ടാക്കി കഴിഞ്ഞ ശേഷം അതുണ്ടാക്കിയ ഉപകരണങ്ങൾ അവർ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. മസായികളുടെ കൈമുട്ടിൻ്റെ മുകൾ ഭാഗത്ത് പ്രത്യേക പാറ്റേണുകളിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. വാക്സിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാർക്ക് ഉണ്ടാവില്ല, അതുപോലെ ഒരുപാട് മാർക്കുകൾ. പക്ഷേ അത് വാക്സിൻ മാർക്കല്ല എന്ന് പിന്നീട് ഇവർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഈ വടി അല്ലെങ്കിൽ ഇരുമ്പ് തണ്ട് ചൂടാക്കിയ ശേഷം അത് കയ്യിൽ വെച്ച് മാർക്ക് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. ഇത് ഒരു ശിക്ഷാരീതിയോ അല്ലെങ്കിൽ പരിക്കോ അല്ല, മറിച്ച് വ്യക്തിത്വം, ധൈര്യം, യോദ്ധാവിലേക്കുള്ള അവരുടെ കടന്നുവരവ് എന്നിവയെ പ്രതീകപ്പെടുത്തുന്ന ആഴത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു സാംസ്കാരിക ആചാരമാണിത്. ഇത് ശക്തി, അഭിമാനം, പൈതൃകം എന്നിവയുടെ സ്ഥിരമായ ഓർമ്മപ്പെടുത്തലാണ്. ഇവരുടെ കുടിലുകൾക്കുള്ളിലെ കാഴ്ചകൾ കാണാനാണ് ഞങ്ങളിനി പോകുന്നത്. ഈ വൃത്താകൃതിയിൽ കാണുന്ന ഈ കോമ്പൗണ്ടിന് ചുറ്റുമുള്ളതെല്ലാം ഇവരുടെ കുടിലുകളാണ്. അവിടെ പലയിടത്തും ഞാൻ ഇലക്ട്രിസിറ്റി പോസ്റ്റുകൾ കണ്ടു ആ കോമ്പൗണ്ടിനകത്ത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ ഇലക്ട്രിസിറ്റി കുടിലുകളിൽ ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ കൗതുകകരമായൊരു കാര്യം അവരെന്നോട് പങ്കുവച്ചു. ഈ കുടിലുകൾക്കുള്ളിൽ ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കും അത്രേ. ലക്ഷറി ആയിട്ടുള്ള വീടുകളിലും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെല്ലാം താമസിച്ച അനുഭവമുള്ളവർക്ക് അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കാൻ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവരുടെ ഈ വീടുകളിൽ വന്ന് താമസിക്കാറുണ്ട് അത്രേ. ഇവരുടെ വീടുകൾ തന്നെ ഒരു റൂം അവർ അങ്ങനെയുള്ള ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. കുടിലേക്ക് കയറുന്ന സമയത്ത് ആദ്യം നമ്മൾ കാണുന്നത് അവരുടെ വളർത്തുമൃഗങ്ങൾക്കായിട്ടുള്ള ചെറിയ ഒരിടമാണ്. ചെറിയ കുടിലുകളായതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ചല്ല പോകുന്നത്, 2 പേര് വെച്ചാണ് പോകുന്നത്. ഞാനും മിഷേലുമാണ് ഈ കുടിലേക്ക് ഇദ്ദേഹത്തോടൊപ്പം വന്നത്. ഇദ്ദേഹത്തിൻ്റെ വീടാണത്. കുട്ടികൾ ഉൾപ്പെടെ മറ്റ് താമസക്കാരും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചുറ്റും ഒന്ന് നോക്കി. അവിടെ ഒരു അടുക്കളയുണ്ട്. അടുക്കളയോട് ചേർന്ന് തന്നെ മുകളിലൊരു ഭാഗം കുട്ടികൾക്ക് കിടക്കാനുള്ള സൗകര്യമായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനോട് ചേർന്നൊരു റൂം കണ്ടു. പിന്നെ ഞങ്ങൾ ഇരിക്കുന്ന ഭാഗം ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ടുള്ളതാണ്. അതിന് പുറകിലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഗസ്റ്റുകൾക്ക് താമസിക്കാനുള്ള ഒരു മുറിയും അവിടെ കണ്ടു. Blood, milk and meat, but we don't kill cows for the blood. Okay. We just tie on the neck using a rope, yeah. And we use a special narrow to produce the blood. So they don't die. Yeah, they don't die. In fact, when you remove the blood from the cattle, that's the time they become more healthy. Really? Yeah. Wow. So we do drink blood freshly, or we mix with milk. Mm-hmm. Yeah. Okay. Yeah. And so this blood
is very nutritious. Yeah, it's very nutritious. Very nutritious. Yes. ഇവർക്ക് 3 തരത്തിലുള്ള പ്രത്യേക ഭക്ഷണങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. പശുവിൻ്റെ പാല്, രക്തം, മാംസം. നേരത്തെ പറഞ്ഞ പോലെ പശുവിൻ്റെ കഴുത്തിൽ രക്തക്കുഴലുകളിലെ ചെറിയ ദ്വാരട്ട ശേഷം അതിൽ നിന്ന് വരുന്ന രക്തം ഇവർ കുടിക്കുന്നു. ഇങ്ങനെ എടുക്കുന്നത് പശു അറിയുക പോലും ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് പശു കൂടുതൽ ഹെൽത്തി ആവുകയും ചെയ്യുന്നുണ്ട് അത്രേ. അങ്ങനെ ഒരുപാട് സമയം അദ്ദേഹത്തോടൊപ്പം കുടിലിൽ ചെലവിട്ട ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. അവർ നിർമ്മിച്ച പല കരകൗശല വസ്തുക്കളും വിൽപ്പന നടത്തുന്നുണ്ട്. അത് ഞങ്ങൾക്ക് അവർ കാണിച്ചു തന്നു. സിംഹത്തിൻ്റെ പല്ലുപയോഗിച്ച് നിർമ്മിച്ച മാലയാണിത്. $30, ഏകദേശം 2600 രൂപയാണ് ഇതിനവർ വില പറഞ്ഞത്. അതുപോലെ പലതരം കല്ലുകൾ പതിച്ച ബ്രേസ്ലെറ്റും നെക്ലസും എല്ലാം അവർ കാണിച്ചു തന്നു. അത് ധരിച്ചാൽ ഭാഗ്യമുണ്ടാവുമെന്നും അതുപോലെ അസുഖങ്ങൾ വരില്ല എന്നെല്ലാം അവർ പറയുന്നു. This one is for good luck. It's for prevention of arthritis and for strong bones. വിശ്വാസമുള്ളവർ അതെല്ലാം വാങ്ങി ധരിച്ച് വലിയ സമ്പന്നരായി മാറട്ടെ അല്ലേ. എന്തായാലും എനിക്ക് അങ്ങനെയുള്ള വിശ്വാസമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല. പിന്നീട് ഞങ്ങൾ പോയത് മസായി വില്ലേജിനോട് ചേർന്ന് തന്നെയുള്ള മസായി മാർക്കറ്റിലേക്കാണ്. ഇവിടെയുള്ള താമസക്കാരായ മസായി സ്ത്രീകൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കളാണ് അവിടെ വിൽപ്പന നടത്തുന്നത്. അവരുടെ കുടിലുകൾ നിർമ്മിക്കാനായിട്ട് അവർ അവലംബിച്ചിട്ടുള്ള മരവും മണ്ണും ചാണകവും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും അവർ ചെയ്തിട്ടുള്ളത്. വൃത്താകൃതിയിൽ കെട്ടിയുണ്ടാക്കിയ ആ മാർക്കറ്റിലൂടെ ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങളങ്ങനെ നടന്നു. വന്യമൃഗങ്ങളുടെ ശല്യമുള്ളതിനാൽ ഇവർക്ക് കൃഷിയൊന്നും ഇവിടെ ചെയ്യാൻ കഴിയില്ലെന്നും ഇവരുടെ പ്രധാന വരുമാന മാർഗം ഇങ്ങനെയുള്ള ചെറിയ കച്ചവടങ്ങളുമാണത്രേ. എല്ലാം നോക്കിക്കണ്ട ശേഷം എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങിച്ചു. ഇതായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പാത്രം കല്ലുകൊണ്ടുണ്ടാക്കിയതാണ്. അതുപോലെ ഈ ബ്രേസ്ലെറ്റും. മിഷേൽ ഇപ്പോഴും ഒന്നും വാങ്ങിച്ചിട്ടില്ല. അവൾ ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഇട നോക്കും, അത് കഴിഞ്ഞ് അപ്പുറത്ത് പോകും, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരും. ഇന്ത്യ ആയാലും UK ആയാലും മലേഷ്യ ആയാലും ലോകത്തുള്ള ഏത് ഭാഗത്തുള്ള പെണ്ണുങ്ങളായാലും ഇതേ സ്വഭാവമാണെന്ന് അതോടെ എനിക്ക് മനസ്സിലായി. ഇവിടെ കാണുന്ന ഈ കരകൗശല വസ്തുക്കളെല്ലാം ഈ മസായി സ്ത്രീകൾ അവരുടെ കൈകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവയാണ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത് കല്ലുകൊണ്ടും മരം കൊണ്ടും നിർമ്മിച്ചിട്ടുള്ള പലതരം കരകൗശല വസ്തുക്കളാണ്. മാലകൾ, ബ്രേസ്ലെറ്റുകൾ, അതുപോലെ മൃഗങ്ങളുടെ രൂപങ്ങൾ, കത്തികൾ, അങ്ങനെയുള്ള പലതും കാണും. ഇവിടെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വില പേശിയിട്ട് വാങ്ങാൻ സാധിക്കും. പക്ഷേ ഇത് ഇവരുടെ ഒരു ജീവിതമാർഗ്ഗം കൂടിയാണ് എന്ന് അറിഞ്ഞ ശേഷം മാന്യമായിട്ടുള്ള വിലപേശലാണ് നമ്മൾ നടത്തേണ്ടത്. ഇവിടെ കാണുന്ന കരകൗശല വസ്തുക്കൾ പലതും ഇവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇവയ്ക്കെല്ലാം ഒരുപാട് കഥകൾ പറയാനുണ്ടാവും നമ്മളോട്. ഇവിടെ നിന്നുള്ള ഈ കരകൗശല വസ്തുക്കൾ വാങ്ങുക എന്നതുകൊണ്ട് ഒരു ഷോപ്പിംഗ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ യാത്രയുടെ ഓർമ്മകൾ ശേഖരിക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും ഈ സംസ്കാരത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഈ മസായി ഗോത്രത്തോടുള്ള നമ്മുടെ ആദരവും കൂടിയാണ്. ബാക്കിയുള്ളവരെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കാത്തിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ 3 ദിവസത്തിന് ശേഷം ഞങ്ങളിന്ന് മസായിമാരയോട് യാത്ര പറയുകയാണ്. എൻ്റെ കെനിയ യാത്രയുടെ അനുഭവങ്ങളെല്ലാം ഞാനൊരു സീരീസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. യാത്രയിൽ എൻ്റെ അനുഭവങ്ങളും വിശേഷങ്ങളും എല്ലാം ഞാൻ മുൻപ് വീഡിയോ ആയിട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് എല്ലാം കാണുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞങ്ങൾ പോകുന്നത് റിഫ്റ്റ് വാലിക്ക് ഉള്ളിലുള്ള പ്രശസ്തമായ ലേക്ക് നക്കൂരു നാഷണൽ പാർക്കിലേക്കാണ്. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.